Welcome to Polar Grammar class. Today we have direct speech and indirect speech or reported speech. ഇപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് കാര്യം നമുക്ക് പഠിക്കാം. ഒരു വ്യക്തിയുടെ സംഭാഷണം നമുക്ക് രണ്ട് രീതിയിൽ റിപ്പോർട്ട് ചെയ്യാം. അയാൾ ഉപയോഗിക്കുന്ന അതേ പദങ്ങൾ ഉപയോഗിച്ച് റിപ്പോർട്ട് ചെയ്യാം, ആ പദങ്ങൾ ഉപയോഗിക്കാതെയും റിപ്പോർട്ട് ചെയ്യാം. ആ വ്യക്തി ഉപയോഗിച്ച അതേ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഡിറക്റ്റ് സ്പീച്ച് എന്നും, അപ്രകാരമല്ലാതെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയുന്നു. ഇപ്പം നമുക്കൊരു സെൻറ്റൻസിനെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഇപ്പം സാധാരണ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ദ ബെഗർ സെഡ് ഐ ആം വെരി ഹംഗ്രി. നമ്മുടെ ഒരു എക്സാമ്പിളാണ് ദ ബെഗർ സെഡ് ഐ ആം വെരി ഹംഗ്രി. ഈ സെൻറ്റൻസിന് രണ്ട് പാർട്ടാണുള്ളത്. ഒന്നാമത്തെ പാർട്ട് റിപ്പോർട്ടിംഗ് പാർട്ട്, ദ ബെഗർ സെഡ് എന്നുള്ളത് റിപ്പോർട്ടിംഗ് പാർട്ടും, അതിൻ്റെ ബാക്കി കൊട്ടേഷനകത്ത് കിടക്കുന്നത് ഐ ആം വെരി ഹംഗ്രി എന്നുള്ളത് സ്പീച്ച് പാർട്ടുമാണ്. അപ്പോൾ രണ്ട് പാർട്ട്, റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും. അപ്പോൾ ഈ റിപ്പോർട്ടിംഗ് പാർട്ടിൽ ഒരു കോമയുണ്ട്, അതുപോലെ തന്നെ സ്പീച്ച് പാർട്ട് തുടങ്ങുന്നത് കൊട്ടേഷനകത്താണ്, കൊട്ടേഷൻ അവസാനിക്കുന്നു. കൊട്ടേഷനുള്ളിലുള്ളത് സ്പീച്ച് പാർട്ട്. അപ്പോൾ ഇത് രണ്ട് സെൻറ്റൻസിനെയും കൂടെ വേർതിരിക്കാനായിട്ടൊരു കോമ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സെൻറ്റൻസ് ദ ബെഗർ സെഡ് ഐ ആം വെരി ഹാംഗ്രി. അപ്പോൾ ഈ സെൻറ്റൻസ് ഏത് ടെൻസിലാണ്? ഈ സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അപ്പം ഞാനിതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടർ സ്പീച്ചാക്കി മാറ്റി പറയാൻ പോവുകയാണ്. ദ ബെഗർ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ഹാംഗ്രി. അപ്പം നമ്മൾ എക്സ്ട്രാ അവിടെ ഒരു ദാറ്റ് ചേർത്തു, പിന്നെ അതുപോലെ തന്നെ ഐ മാറി ഹീ ആയി. ദ ബെഗർ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ഹംഗ്രി. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ ഐ ആം എന്നുള്ളത് ആം എന്നുള്ളത് മാറി വാസ് ആയി. ദ ബെഗർ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ഹംഗ്രി. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസായി മാറുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിച്ചു. ഒരു സാധാരണ ടെൻസിലുള്ള സാധാരണ സെൻറ്റൻസ് എൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് എന്ന് പറയുന്നത് ടെൻസിൽ വ്യത്യാസം വരുന്നു, അതോടൊപ്പം തന്നെ അവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് ഉപയോഗിക്കുന്നു. ദ ബെഗർ സെഡ് ഐ ആം വെരി ഹംഗ്രി, ദ ബെഗർ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ഹംഗ്രി. ഇനി ഇതേ സെൻറ്റൻസിൽ നമുക്ക് ഒരു വേർഡും കൂടെ ആഡ് ചെയ്ത് നോക്കിയാലോ. ദ ബെഗർ സെഡ് ഐ ആം വെരി ഹംഗ്രി ടുഡേ. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് എങ്ങനെയിരിക്കും? ദ ബെഗർ സെഡ് ദാറ്റ് ഹീ വാസ് വെരി ഹംഗ്രി ദാറ്റ് ഡേ. ടുഡേ എന്നുള്ളത് മാറി ദാറ്റ് ഡേ എന്നായി മാറുന്നു. അപ്പോൾ കുറേ ടെൻസിൽ മാറ്റം വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചില വേർഡ്സിലെ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വേർഡ്സിൽ വരുന്ന മാറ്റങ്ങൾ ഞാനിവിടെ കൊടുക്കാം. ടുഡേ ദാറ്റ് ഡേ, ടുമാറോ ദ നെക്സ്റ്റ് ഡേ, yesterday the previous day, next day the following day, last week the previous week, next week the following week, last year the previous year. അപ്പോൾ ഈ രീതിയിൽ മാറ്റങ്ങൾ വേർഡ്സിലും വരാറുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ടെൻസിലെയും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഒരു സെൻറ്റൻസ്, ഇതേ മറ്റൊരു സെൻറ്റൻസിനെ അരുൺ സെഡ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഇത് ഏത് ടെൻസാണ്? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അരുൺ സെഡ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിന് വരുന്ന മാറ്റം ശ്രദ്ധിച്ചോളുക. അപ്പം അരുൺ സെഡാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് പാർട്ട്, സ്പീച്ച് പാർട്ട് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അപ്പം നമ്മൾ ഈ കോമയും കൊട്ടേഷനും എല്ലാം മാറ്റിയിട്ട് അതൊന്ന് കണക്റ്റ് ചെയ്യണം. കണക്റ്റ് ചെയ്യാനായിട്ടൊരു കണക്റ്റിംഗ് വേർഡ് ദാറ്റ് ഉപയോഗിക്കുന്നു. അരുൺ സെഡ് ദാറ്റ്, ഐ ആം എന്നുള്ളത് എന്തായി മാറും? ഹീ വാസ്. ഐ ആം റൈറ്റിംഗ് എന്നുള്ളത് ഹീ വാസ് റൈറ്റിംഗ്, അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് മാറുന്നു. അരുൺ സെഡ് ദാറ്റ് ഹീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അരുൺ സെഡ് ദാറ്റ് ഹീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ നമ്മൾ രണ്ട് ടെൻസിൻ്റെത് പഠിച്ചു. അപ്പം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് മാറി, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് മാറി. പിന്നെ കണക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് സെൻറ്റൻസിനെ
റിപ്പോർട്ടർ സ്പീച്ചിൽ വരുമ്പോൾ അവിടെ ഒരു കോമായും കൊട്ടേഷനും മാറ്റിയിട്ട് പകരം നമ്മളൊരു കണക്റ്റിംഗ് വേർഡ് ആഡ് ചെയ്യുന്നു. ഇതൊരു സാധാരണ സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ദാറ്റ് ആഡ് ചെയ്തത്. മാറ്റങ്ങൾ ഇനി ഒരുപാടുണ്ട്, അത് നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചു വരാം. പിന്നെ ടെൻസിൽ വരുന്ന വ്യത്യാസം, ചില വേർഡ്സിൽ വരുന്ന മാറ്റങ്ങൾ, ടുഡേ ദാറ്റ് ഡേ ആകുന്നു, ടു നൈറ്റ്, യെസ്റ്റർഡേ, ഇങ്ങനെയൊക്കെ ഓരോ വരുന്ന മാറ്റങ്ങളും അനുസരിച്ച് ടെൻസിലും വ്യത്യാസം വരുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അരുൺ സെഡ് ഐ ഹാവ് റിട്ടൺ എ ബുക്ക്. അപ്പോൾ ഇതിനകത്ത് ഏത് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്പീച്ച് പാർട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഹാവ് റിട്ടൺ എന്ന് വരുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് അരുൺ സെഡ്, പിന്നെ നമ്മൾ ദാറ്റ് ചേർത്ത് ഒരു കണക്റ്റിംഗ് വേർഡായ ദാറ്റ് അവിടെ ഉപയോഗിക്കുന്നു. അരുൺ സെഡ് ദാറ്റ് ഹി ആയിട്ട് മാറുന്നു. ഹി ഹാഡ് റിട്ടൺ എ ബുക്ക്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായിട്ട് ഇവിടെ മാറി. അപ്പോഴാണ് ഈ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇതിലെ സ്പീച്ച് പാർട്ടിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് റിപ്പോർട്ടർ സ്പീച്ചിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായിട്ട് മാറി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അരുൺ സെഡ് ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്. ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പം ശ്രദ്ധിച്ചോണം, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായി മാറും റിപ്പോർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കണക്റ്റിംഗ് വേർഡ് നമ്മൾ എഴുതുന്നു. അരുൺ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്. അരുൺ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ റൈറ്റിംഗ് എ ബുക്ക്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 ഫോമിൽ നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹീ സെഡ് ഐ വിഷ് ഐ മാരീഡ് ഇയർലിയർ. അപ്പോൾ ഹീ സെഡ് നമുക്കവിടെ ഒരു കണക്റ്റിംഗ് വേർഡ് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്, ദാറ്റാണ്. ഹീ സെഡ് ദാറ്റ്. അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻ്റ് ആണ്. അത് പാസ്റ്റ് ടെൻസിലോട്ട് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നു. ഐ മാറി ഹീ ആവണം. ഹീ സെഡ് ദാറ്റ് ഹീ വിഷ്ഡ് ഹീ മാരീഡ് ഇയർലിയർ. മറ്റൊരു എക്സാമ്പിൾ, ഹീ സെഡ് ടു മീ ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. ഇപ്പം സെഡ് ടു എന്നുള്ളത് നമ്മൾ മാറ്റി അവിടെ ടോൾഡ് ആക്കുന്നു. ഹീ ടോൾഡ് മീ, പിന്നെ നമ്മളൊരു കണക്റ്റീവ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിക്കുന്നു. ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ വിഷ്ഡ് ടു ലേൺ ഇംഗ്ലീഷ്. സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റായിട്ട് മാറി. അങ്ങനെയാണ് ഐ വിഷ് എന്നുള്ളത് ഹീ വിഷ്ഡായി മാറിയത്. ഹീ ആയി. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിഷ്ഡ് ടു ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഈ സെഡ് ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ അവിടെ ടോൾഡ് ആക്കാം, അല്ലെങ്കിൽ ആസ്ക്ഡ് ആക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടോൾഡ് മതി. ഹി സെഡ് ടു മീ ഐ വിഷ് ടു ലേൺ ഇംഗ്ലീഷ്. ഹി ടോൾഡ് മീ ദാറ്റ് ഹി വിഷ്ഡ് ടു ലേൺ ഇംഗ്ലീഷ്. മറ്റൊരു എക്സാമ്പിൾ, ഹി സെഡ് മൈ ബ്രദർ ഈസ് ഡെഫിനറ്റ്ലി അറൈവിങ് ടുമാറോ. അപ്പോഴാണ് ഇവിടെ ഹി സെഡ് നമ്മൾ ആ കോമായും കൊട്ടേഷനും മാറ്റി ഇവിടെ കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിച്ചു. പിന്നെ മൈ ബ്രദർ എന്തായി മാറും? ഹിസ് ബ്രദർ. ഈസ് ഡെഫിനറ്റ്ലി എന്നുള്ളത് മാറി ഈസ് മാറി അവിടെ വാസ് ആകുന്നു. അപ്പം വാസ് ഡെഫിനറ്റ്ലി അറൈവിങ്. ഈസ് അറൈവിങ് ആണ്, അത് വാസ് അറൈവിങ് ആയി. അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. ദെൻ ടുമാറോ എന്നുള്ളത് വേർഡ് മാറ്റം വരുന്നുണ്ട്, ദ നെക്സ്റ്റ് ഡേ ആവുന്നു. ഹീ സെഡ് ദാറ്റ് ഹിസ് ബ്രദർ വാസ് ഡെഫിനറ്റ്ലി അറൈവിങ് ദ നെക്സ്റ്റ് ഡേ. അപ്പം നമ്മുടെ സെൻറ്റൻസ് ഇതാണ്. ഹീ സെഡ് മൈ ബ്രദർ ഈസ് ഡെഫിനറ്റ്ലി അറൈവിങ് ടുമാറോ. അതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് ഹീ സെഡ് ദാറ്റ് ഹിസ് ബ്രദർ വാസ് ഡെഫിനറ്റ്ലി അറൈവിങ് ദ നെക്സ്റ്റ് ഡേ. മറ്റൊരു എക്സാമ്പിൾ, ഹീ സെഡ് ഐ ഹാവ് സീൻ ഹെർ. അപ്പം ഇതും മാറ്റമൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ കണക്റ്റിംഗ് വേർഡായിട്ട് ദാറ്റ് ഉപയോഗിക്കുന്നു, ഐ മാറ്റി ഹീ ആക്കുന്നു. ഹാവ് സീൻ ഉള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഹാഡ് സീൻ ആക്കി. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ ഹെർ. ഹീ സെഡ് ഐ ഹാവ് സീൻ ഹെർ. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് സീൻ ഹെർ. മറ്റൊരു സെൻറ്റൻസ്, ഹീ സെഡ് ഐ ഹാവ് ബീൻ വാട്ടറിങ് ദ ഗാർഡൻ. ഇതും വളരെ ഈസിയാണ്, ദാറ്റ് ചേർത്ത് കണക്ട് ചെയ്തു. ഹീ സെഡ് ദാറ്റ് ഐ ഹാവ് ബീൻ വാട്ടറിങ് എന്നുള്ളത് ഹീ ഹാഡ് ബീൻ വാട്ടറിങ് ആയി. ഹീ സെഡ് ദാറ്റ് ഹീ ഹാഡ് ബീൻ വാട്ടറിങ് ദ ഗാർഡൻ. അപ്പം ഇത്രയും എക്സാമ്പിൾസ് കൊണ്ട് നമ്മൾ ഒരു പാർട്ടിൻ്റെയാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് സിമ്പിൾ പാസ്റ്റായിട്ട് മാറ്റുന്നു,
പ്രസൻറ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറി. പിന്നെ ചില വേർഡ്സിന് വന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോഴാണ് ഇന്നത്തെ ക്ലാസ് ഒരു പാർട്ടേ ആയിട്ടുള്ളൂ. നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ.